ആൻഡ് ഫൈനലി ഫസ്റ്റ് ഇയർ MBBS എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഏകദേശം ഒരു മാസത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം തീർന്നു, എക്സാമിൻ്റെ അതായത് ഫസ്റ്റ് ഇയർ MBBS ജേണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ജേണിയും കാര്യങ്ങളൊന്നുമല്ല, ഫസ്റ്റ് ഇയർ എൻ്റെ റിസൾട്ട് എന്താണ്, ഈ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് പോയത്. 3 സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത്: അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഇതിൽ ഏത് സബ്ജക്റ്റാണ് പോയത്, ഇനിയിപ്പോൾ അത് എൻ്റെ എക്സാം എന്നാണ് വരുന്നത് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. സോ എന്താണ് എൻ്റെ റിസൾട്ടിൻ്റെ അവസ്ഥ, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ബുക്ക് റിവീലിംഗ് വീഡിയോ, അതായത് MBBS ഫസ്റ്റ് ഇയർ MBBSന്റെ ബുക്ക് റിവീലിംഗ് വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ചെറിയൊരു ബേസിക് ഓറിയന്റേഷൻ, ഏതൊക്കെയാണ് ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്, എൻ്റെ നോട്ട്സ് എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഇയർ MBBS പഠിച്ചത് എന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. സോ അപ്പോൾ റിസൾട്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു വെച്ചതാണ്. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നീറ്റ് ആസ്പിറൻസിനൊക്കെ വളരെ വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് മാറും. കാര്യം നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ആ സെയിം മെത്തേഡിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം പഠിച്ചാൽ തന്നെ എന്താവും, സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ എൻ്റെ റിസൾട്ട് ഇനീഷ്യലി പറയാൻ ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. സോ തീർച്ചയായിട്ടും ഫസ്റ്റ് ഇയർ MBBS എക്സാം ഇപ്പോൾ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി 3 പാസ്സാണ്. എന്താ വെച്ചാൽ മെജോറിറ്റി ഓഫ് എല്ലാ സ്റ്റുഡൻസും പാസ്സായിട്ടുണ്ട്. ഓക്കെ, സോ എന്താ വെച്ചാൽ മാക്സിമം അവർ പാസ്സാക്കാൻ തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. സോ അപ്പോൾ ഇനി സെക്കൻഡ് ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 18th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ റിസൾട്ട് വന്നത് സെപ്റ്റംബർ 12 സെപ്റ്റംബർ 18 സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല ഞങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം, ഏകദേശം 1 month and 7 days, ഏകദേശം ഒരു മാസം ഒരാഴ്ചയും നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, അതായത് ഞാൻ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഇയർ MBBS പഠിച്ചത്. അതായത് ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു മാസം മുന്നത്തെ വീഡിയോയിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല. കാര്യം റിസൾട്ട് വന്നിട്ട് പാസ്സായിട്ട് നമുക്ക് പറയാനുള്ള ഒരു എലിജിബിലിറ്റി വേണമല്ലോ. അല്ലാതെ ഇപ്പോൾ ഫെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, ഞാൻ അങ്ങനെയാണ് പഠിച്ചതെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. സോ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നമ്മളുടെ സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, പിന്നെ ഞാൻ യൂസ് ചെയ്ത ബുക്സ്. സോ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ബുക്സ് ഇതൊക്കെ തന്നെ. ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണ്, അനാറ്റമിക്ക് ഏതാണ്, ഫിസിയോളജിക്ക് ഏതാണ്, ബയോകെമിസ്ട്രിക്ക് ഏതാണ്. പിന്നെ ഈ ബുക്സ് ഒക്കെ വാങ്ങിയതിൽ യൂസ് ചെയ്യാത്ത ബുക്സ് വരെയുണ്ട്, ജസ്റ്റ് വാങ്ങി വെച്ച ബുക്സ് വരെയുണ്ട്. കാര്യം നമുക്ക് അതിൻ്റെ നോട്ട് മാത്രം ചില കാര്യങ്ങളൊക്കെ നോട്ട് മാത്രം പഠിച്ചാൽ മതി, അതിനുള്ള സമയം ചിലപ്പോൾ കിട്ടാറില്ല നോർമലി. സോ അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ജെന്യുവിൻ വീഡിയോ. ഓക്കെ, സോ എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ എന്താ പറയുക, റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, എൻ്റെ സ്ട്രാറ്റജീസ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ എന്താ വെച്ചാൽ ഒരു ചിലപ്പോൾ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റീസിന് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തോറ്റു കഴിഞ്ഞാൽ നീ ഇങ്ങനെ പഠിച്ചതുകൊണ്ടാണ് തോറ്റതെന്ന് ചിലപ്പോൾ ഇനീഷ്യൽ അങ്ങനെ പറയാനുള്ള ചാൻസ് ഉണ്ട്. സോ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റജീസ് വർക്കിംഗ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഓക്കെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ തീർച്ചയായിട്ടും ഇനീഷ്യലി പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ഫസ്റ്റ് ഇയർ MBBSന് യൂസ് ചെയ്ത ബുക്സ് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം എൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്ന് ഷെയർ ചെയ്യാം. പിന്നെ നീറ്റ് ആസ്പിറൻസിലും നിങ്ങളിപ്പോൾ പഠിക്കുന്ന സെയിം രീതിയിലൊക്കെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ പഠിക്കുന്ന അത്ര ഹവേഴ്സ് പഠിക്കണം. ഇപ്പോൾ 14 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഡെയിലി 14 2 മണിക്കൂർ പഠിച്ചാൽ തന്നെ ഏകദേശം റെഡിയാണ്. ശരി, 2 മണിക്കൂർ നമ്മൾ പഠിക്കില്ല, അങ്ങനെ പഠിച്ചാൽ തന്നെ സിമ്പിളായിട്ട് പാസ്സായി പോകാം. ഞാൻ ബയോകെമിസ്ട്രി ഒക്കെ ഞാൻ ലാസ്റ്റത്തെ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എനിക്ക് ചെറിയൊരു പേടി ബയോകെമിസ്ട്രി ആയിരുന്നു. ബയോകെമിസ്ട്രി പാസ്സായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് തോന്നുന്നു ബയോകെമിസ്ട്രിയിലാണ്. ഫെയിൽ ആവുമെന്ന് വിചാരിച്ചതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യം പറഞ്ഞുതരാം. സോ ഇനീഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് അനാറ്റമിക്ക് നമ്മൾ എല്ലാവരും തന്നെ റെഫർ ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രം സിംഗ് ആണ്. ഓക്കെ, സോ ഇത് അനാറ്റമിൻ്റെ നമ്മളെ ടെക്സ്റ്റാണ്. സോ അതുപോലെ തന്നെ അനാറ്റമിക്ക് നമുക്ക് ഒരു ടെക്സ്റ്റ് മാത്രമല്ല, നമുക്ക് ഹെഡ് ആൻഡ് നെക്ക്, ബ്രെയിൻ കൊണ്ട് കുറച്ച് എന്താ പറയുക സബ് ഡിവിഷൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് കണ്ണിങ്ങും ഉണ്ട് അനാറ്റമിക്ക്. നമുക്ക് ഡിസെക്ഷൻ ഹാളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതൊക്കെ എല്ലാവരും ഇതന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾ ആരും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ജൂനിയേഴ്സിനോടാണ് പറയുന്നത്, ആരും നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം. ഇതൊക്കെ എനിക്ക് സീനിയേഴ്സ് തന്നതാണ്. ഇത് തീർച്ചയായിട്ടും നമ്മൾ കോളേജിൽ തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ കോളേജിൽ തന്നെ ഏൽപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് അവർ തരുന്നതായിരിക്കും. ഇതാരും ഒന്നും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊന്നും ഞാൻ റീഡ് ചെയ്തിട്ടേ ഇല്ല ഈ കണ്ണിങ്ങാം ഒന്നും. ഇത് ശരിക്കും നമ്മൾ റീഡ് ചെയ്യണം. ഇത് നോർമലി നമുക്ക് ഇത് റീഡ് ചെയ്താൽ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ലാംഗ്വേജ്. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, ഞാൻ വേറെ അനാറ്റമിക്ക് ഞാൻ വിശ്രം സിംഗ് കാണിച്ചു തന്നു. പിന്നെ അനാറ്റമിക്ക് വേറൊരു ബുക്ക് ഉണ്ട്. ഇത് ഏതാ ബുക്ക്, യോഗേഷ് സാന്തൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്.
ഇത് നല്ല ബുക്ക് തന്നെയാണ്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് എൻ്റെ ഒരു സാറ് തന്നതാണ്, അനാട്ടമിയിലെ സാറ് തന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഡയഗ്രാംസ് അടിപൊളിയാണ്. ഡയഗ്രാം നമുക്ക് അനാട്ടമിക്ക് പഠിക്കുമ്പോൾ മെയിനായിട്ട് ഡയഗ്രാമാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലസ് യൂസ് ചെയ്യണം. ഇതിലെന്താ വെച്ചാൽ അറ്റ്ലസിന്റെ കറക്റ്റ് ഇമേജസ് ആണ്. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡയഗ്രാം ഇതിലത്തെ അടിപൊളിയാണ്. പക്ഷെ ഇത് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഹെൽപ്പ് ചെയ്തത് ഇതിനേക്കാളും കൂടുതൽ വിശ്രം സിംഗ് ആണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ന്യൂറോ അനാട്ടമിക്ക് ഞങ്ങൾ എല്ലാവരും തന്നെ അധികം മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് യൂസ് ചെയ്ത ബുക്ക് ഇത് തന്നെയാണ്, വിശ്രം സിംഗ്. ഓക്കെ, അടുത്തത് പറഞ്ഞുതരാം. അടുത്തത് എംബ്രിയോളജി. ഈ എംബ്രിയോളജി ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. കാര്യം എനിക്ക് എംബ്രിയോളജിക്ക് നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ബുക്ക് റിവീൽ ചെയ്യട്ടെ. സോ നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ നോട്ട് എഴുതി പഠിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ടു ബി ഹോണസ്റ്റ്, ഇത് യൂസ് ചെയ്തിട്ടില്ല. എന്നാലും എംബ്രിയോളജി എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഞാൻ അടുത്ത കാര്യം കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഒരു ജെനുവിൻ വീഡിയോ ആണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയണമല്ലോ. പിന്നെ ഹ്യൂമൻ ഹിസ്റ്റോളജി, ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും നമുക്ക് വീക്ക്ലി ഒരു ക്ലാസ് ഹിസ്റ്റോളജി ക്ലാസ് ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കലി. സോ ശരിക്കും ഇതൊക്കെ നോക്കണം. പക്ഷേ ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിനുള്ള സമയം നമുക്ക് കിട്ടാറില്ല നോർമലി. ശരിക്കും ഇതൊക്കെ പഠിക്കണം. ഹിസ്റ്റോളജി ആണ് എനിക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒന്നും നോക്കിയിട്ടില്ല. ഹിസ്റ്റോളജിക്ക് യൂസ് ചെയ്തിരുന്ന ബുക്ക് ഇതാണ്, IB സിംഗ് അല്ലേ? യെസ്, IB സിംഗ് തന്നെയല്ലേ? അതെ. എന്താ വെച്ചാൽ ഇതല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വലിയൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഇതൊക്കെ പുതിയ ബുക്സ് ആട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അനാട്ടമി നമ്മൾ നോർമലി നമ്മൾ ടെക്സ്റ്റ് നമ്മൾ മാക്സിമം റെഫർ ചെയ്യുന്നില്ല, ഇതൊന്നും വല്ലാതെ നോക്കിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് ബയോകെമിസ്ട്രിക്കാണ്. ഓക്കെ, ബയോകെമിന് നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ബയോകെമിന് നമ്മൾ എല്ലാവരും വാങ്ങുന്ന ബുക്കാണ് വാസുദേവൻ സാറിന്റെ ബുക്ക്. ഓക്കെ, ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോകെമിസ്ട്രിക്ക് ഇത് ഞാൻ 1-2 ടോപ്പിക്ക് റീഡ് ചെയ്തതെന്നല്ലാതെ ഈ ബുക്ക് എടുത്തിട്ടേ ഇല്ല. കാര്യം ഇത് അത്രയും എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യം ഇത് വായിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ ഇതിനുള്ള നേരം സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഞാൻ തീരെ പഠിക്കാത്ത ബയോകെമിസ്ട്രിയാണ്. കാരണം എന്താ വെച്ചാൽ ഇനീഷ്യലൊന്നും ബയോകെമിസ്ട്രി പഠിച്ചിട്ടില്ല. ലാസ്റ്റ് സമയത്താണ് ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചത്. ലാസ്റ്റ് 1 മന്ത് ലീവ് കിട്ടി. 1 മന്ത് ഏകദേശം 25 ഡേയ്സോ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ബയോകെമിസ്ട്രിക്ക് ഒരു നോട്ട് ഉണ്ടായിരുന്നു. സോ ഈ ഒരു നോട്ട് ഈ ഒരു ജംബുൽക്കർ എന്ന് പറയും. നിങ്ങൾക്ക് MBBS കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു നോട്ട് വെച്ചിട്ടാണ് പഠിക്കുന്നത്. നോർമലി മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഈ ഒരു നോട്ട് വെച്ചിട്ടാണ് പഠിക്കുന്നത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട് അടിപൊളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് അടിപൊളിയാണ്. പക്ഷേ ഇത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇത് ഈ നോട്ട് പഠിക്കുമ്പോൾ കാണാതെ പഠിക്കുന്ന ഒരു ഫീലായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഫിസിയോളജിക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഏത് ബുക്കാണ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫിസിയോളജിക്ക് ഈ ബുക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ചില ടോപ്പിക്സ് ഒക്കെ വായിക്കാൻ. ഫിസിയോളജിക്ക് നമുക്ക് യൂസ് ചെയ്യുന്നത് GK പാൽ. ഓക്കെ, നല്ല ബുക്കാണ്. ഓക്കെ, ഇത് നമുക്ക് ചില ടോപ്പിക്സ് ഒക്കെ ഇത് വായിച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ആകും. ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും സിമ്പിൾ ലാംഗ്വേജിലാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നല്ല ബുക്കാണ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഇയർ MBBS ജേണി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അനാട്ടമി നോട്ട് ഞാൻ കാണിച്ചു തരാം. ഈ അനാട്ടമിക്ക് ശരിക്കും നമുക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ MBBSന് പഠിക്കുമ്പോൾ നോട്ടോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല, ടെക്സ്റ്റ് മാത്രം മതി. പക്ഷേ നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോർമലി നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനൊരു നീറ്റിനൊക്കെ നമ്മൾ ഓൺലൈനിൽ ഇരുന്ന് ഓഫ്ലൈനിൽ പോകാതെ ഈ ഓൺലൈൻ ക്ലാസ് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് കേൾക്കുക. അങ്ങനെ ഓരോ ക്ലാസ്സസ് ഇപ്പം നമുക്ക് പ്രിപ്ലാറ്ററിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഓരോ നോട്ടുകളൊക്കെ സെറ്റാക്കി ടെലഗ്രാമിലൊക്കെ ഫ്രീ ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് നോട്ട് ഉണ്ടാക്കുന്നത്. സോ ഇപ്പോൾ ഇത് നീറ്റ് ആസ്പിറൻസ് ആയിരിക്കും, മെജോറിറ്റി ഓഫ് നീറ്റ് ആസ്പിറൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ അനാട്ടമി പഠിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഡയഗ്രാംസ് വരയ്ക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബുക്ക് നോക്കിയാൽ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും കത്തും. ഇതാണ് എൻ്റെ അനാട്ടമി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു നോട്ടുള്ളൂ. സോ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. പക്ഷേ പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്യും. ഓക്കെ, റെഡി. ഇനി അടുത്തതെന്ന് പറയുന്നത് എൻ്റെ നോട്ട് ഞാൻ കാണിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് ഞാൻ ഏറ്റവും കൂടുതൽ. ഞാൻ നീറ്റിനെ പഠിച്ചപ്പോൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഞാൻ MBBSന് പഠിച്ചപ്പോൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തത്. ഞാൻ നല്ല 3 യൂട്യൂബ് ചാനൽസ് ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഞാൻ യൂസ് ചെയ്തതാണ്. ഓക്കെ, മറ്റുള്ള
പലവർക്കും പല പല അഭിപ്രായമായിരിക്കും. സോ ഞാൻ യൂസ് ചെയ്ത യൂട്യൂബ് പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ എൻ്റെ നോട്ട് എന്ന് പറയുന്നത് എനിക്ക് ഇത് ഫുൾ എൻ്റെ ഫിസിയോളജി നോട്ടാണ്. ഓക്കെ, ഇത് ഫുൾ എൻ്റെ ഫിസിയോളജി നോട്ടാണ്. സോ ഓരോ ടോപ്പിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ നോട്ടാക്കിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എല്ലാ ടോപ്പിക്കും ഇല്ല, നമ്മൾ ചില എസ് എ ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ടാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യൂട്യൂബ് ക്ലാസ്സസ് ആട്ടോ. യൂട്യൂബിൽ ഞാൻ ഫിസിയോളജിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ രഘു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. നല്ല ക്ലാസ്സസ് ആണ്, അടിപൊളി ക്ലാസ്സസ് ആണ്. അതായത് എക്സാമിന് എന്തൊക്കെയാണോ എഴുതേണ്ടത് അത് മാത്രമേ അവർ അതിൽ കൊടുത്തിട്ടുള്ളൂ. സോ അത് ജസ്റ്റ് നമുക്ക് ക്ലാസ് കേട്ടതിന് എല്ലാ കാര്യവും ക്ലിയർ ആവും. പിന്നെ അനാറ്റമിക്ക് നമുക്ക് ഡോക്ടർ ബാനു എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് വെക്കണം. അതായത് അത് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനിമേറ്റഡ് വീഡിയോസ് ആയിരിക്കും. സോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ബയോകെമിസ്ട്രിക്ക് ഞാൻ പറഞ്ഞല്ലോ ജംബിൾക്കറിന്റെ നോട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. സോ ജംബിൾക്കറിന്റെ ക്ലാസ്സസ് തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് MBBS ഫസ്റ്റ് ഇയർ MBBS ഞാൻ യൂസ് ചെയ്ത ബുക്സ്. പിന്നെ ബുക്ക് റിവീലിംഗ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറെ വീഡിയോ വെച്ച് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ 18th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഇയർ MBBS എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോപ്പിക് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല നീറ്റ് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ വരാനുണ്ട്. സോ എന്ത് ചെയ്യുക, ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് നിങ്ങൾക്ക് നീറ്റ് ആസ്പിറൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്റ്റഡി പ്ലാൻസ് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യും. സോ ഇതൊക്കെ ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത് പറയാനുള്ള ചെറിയൊരു എലിജിബിലിറ്റി വേണം. കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ പാസ്സാവാതെ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. സോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് ഇയർ MBBS ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. രാവിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ഡെയിലി ഫസ്റ്റ് ഒരു ആഴ്ച 2 ആഴ്ച നല്ല സുഖമായിരിക്കും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. പിന്നെ അങ്ങനെ ഒരുപാട് അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് സെമിനാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അങ്ങനെയൊക്കെ. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് ഇയർ MBBS ജേണി. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ജൂനിയേഴ്സ് വരാനുണ്ട് നമ്മുടെ കോളേജിലേക്ക്. തീർച്ചയായിട്ടും എല്ലാവരും വരിക. തീർച്ചയായിട്ടും എന്താ പറയുക, ഉഷാറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് എൻജോയ് ചെയ്യുക, കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല നീറ്റ് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ വരാനുണ്ട്. ഇപ്പോൾ നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2025 നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ all the best guys.